ദേശീയ രാഷ്ട്രീയത്തിന്റെ ശ്രദ്ധ വീണ്ടും പശ്ചിമ ബംഗാളിലേക്ക് തിരിയുകയാണ്. രാജ്യസഭയിൽ ഒഴിവ് വന്ന 3 സീറ്റുകളിലേക്ക് ജൂലൈ 24-ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഈ തിരഞ്ഞെടുപ്പ് 3 സീറ്റുകൾ നിറക്കുക എന്നതിലുപരി ദേശീയ രാഷ്ട്രീയത്തിലെ ശക്തി സമവാക്യങ്ങളെ സ്വാധീനിക്കുന്ന ഒരു നിർണായക മത്സരമാണ് വിലയിരുത്തപ്പെടുന്നത്. തൃണമൂൽ കോൺഗ്രസിന് രാജ്യസഭയിൽ ഉണ്ടായിരുന്ന 3 അംഗങ്ങളുടെ ഒഴിവാണ് ഇപ്പോൾ നികത്തേണ്ടത്. ഈ അവസരം ഉപയോഗപ്പെടുത്തി BJP സ്വന്തം അംഗബലം വർദ്ധിപ്പിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. സ്വന്തം ശക്തി കേന്ദ്രമായ ബംഗാളിൽ വീണ്ടും ആധിപത്യം തെളിയിക്കാൻ മമതാ ബാനർജിക്ക് കഴിയുമോ എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. BJP തിരഞ്ഞെടുപ്പിനെ വെറും ഒരു ഉപതിരഞ്ഞെടുപ്പായി കാണുന്നില്ല. രാജ്യസഭയിൽ ഓരോ അംഗവും സർക്കാരിന്റെ നിയമനിർമ്മാണ അജണ്ടയ്ക്ക് അതിനിർണായകമാണ്. ബംഗാളിൽ സമീപകാലത്ത് തൃണമൂലിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 20 MP-മാർ BJP-യിലേക്ക് പോകുമെന്ന അവകാശവാദം ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും 20 MP-മാരും BJP-യോടൊപ്പമാണ്. തൃണമൂൽ കോൺഗ്രസ് 3 സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാൽ അത് പാർട്ടിയുടെ ആത്മവിശ്വാസത്തിന്റെ പ്രഖ്യാപനമായിരിക്കും. നിലവിൽ രാജ്യസഭയിൽ 13 സീറ്റുകളാണ് തൃണമൂൽ കോൺഗ്രസിനുള്ളത്. അതിൽ 3 സീറ്റുകളിലാണ് രാജിവെച്ചിരിക്കുന്നത്. സുവേന്ദു ശേഖർ റായ്, സുസ്മിത ദേവ്, പ്രകാശ് പരീഖ് എന്നിവരാണ് രാജിവെച്ചത്. ഈ തിരഞ്ഞെടുപ്പ് BJPക്ക് ഏറ്റവും വലിയ മുതൽക്കൂട്ടാകും. 114 രാജ്യസഭാ സീറ്റുള്ള BJPക്ക് 117 ആക്കി ഉയർത്താൻ BJPക്ക് കഴിയും എന്നുള്ളതിൽ സംശയമില്ല. മമതാ ബാനർജിയും പാർട്ടി നേതൃത്വവും പാർട്ടിക്കുള്ളിലെ ഐക്യം പ്രകടിപ്പിക്കുന്ന രീതിയിലായിരിക്കും സ്ഥാനാർത്ഥി നിർണയം നടത്താൻ ശ്രമിക്കുക. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ഇപ്പോഴും ഏറ്റവും ശക്തമായ രാഷ്ട്രീയ ശക്തിയാണ്. എന്നാൽ BJPയുടെ വരവോടെ സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സംഘടന അടിത്തറ ഇളകിയിരിക്കുകയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലും 2 പാർട്ടികളും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന സാഹചര്യമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഈ ഉപതിരഞ്ഞെടുപ്പിന്റെ ഫലം ഭാവിയിലെ രാഷ്ട്രീയ സന്ദേശമായി മാറാൻ സാധ്യതയുണ്ട്. രാജ്യസഭയിലെ ഓരോ സീറ്റിനും ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ വിലയുണ്ട്. സർക്കാർ കൊണ്ടുവരുന്ന നിയമങ്ങൾ, ഭരണഘടനാ ഭേദഗതികൾ, സുപ്രധാന ബില്ലുകൾ എന്നിവ പാസാക്കുമ്പോൾ രാജ്യസഭയിലെ അംഗബലം നിർണായകമാണ്. അതുകൊണ്ട് തന്നെ പശ്ചിമ ബംഗാളിലെ 3 സീറ്റുകൾ ദേശീയ രാഷ്ട്രീയത്തിലും ശ്രദ്ധ നേടുകയാണ്. ഈ മാസം 24-ലെ തിരഞ്ഞെടുപ്പ് 3 ഒഴിവുകൾ നികത്താനുള്ള നടപടി മാത്രമല്ല, തൃണമൂൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഐക്യത്തിന്റെയും BJPയുടെ വിപുലീകരണ ശ്രമത്തിന്റെയും പരീക്ഷണ വേദിയായിരിക്കും ഇത്. BJP ബംഗാളിൽ പുതിയ രാഷ്ട്രീയ മുന്നേറ്റത്തിന് തുടക്കമിടുമോ എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്.